കേട്ടറ്റ് കാറ്റഗറി 1 എക്സാമിന് EVSൽ നിന്നും ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 3 വീഡിയോകളിലായി EVSൽ നിന്നും ചോദിച്ച 90 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ തുടർച്ചയായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 3 വീഡിയോകൾ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, വൈറ്റമിൻ എയുടെ അഭാവത്തിലുണ്ടാവുന്ന തകരാറ് ഏത്? നിശാന്തത, സ്കർവി, ഗ്ലോക്കോമ, തിമിരം. ഇതിനകത്ത് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗം. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗമാണ്. അതുപോലെ നമ്മുടെ കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്നത് മൂലമുണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ. അതുപോലെ കണ്ണിലെ ലെൻസ് അതാര്യമായി മാറുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ആൻസർ എ ആണ്, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നെക്സ്റ്റ് വൺ, പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതിയാണ് ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതി. ഈ 4 ഓപ്ഷൻസും ശരിക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടുന്നതാണ് എ അല്ലെങ്കിൽ ശിശു കേന്ദ്രീകൃതം. കാരണം ചോദ്യത്തിൽ പറയുന്നുണ്ട് പഠിതാവിൻ്റെ പ്രായം, പഠിതാവിൻ്റെ പ്രകൃതം, പഠിതാവിൻ്റെ സർഗാത്മകത, പഠിതാവിൻ്റെ സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്കാണ് നമ്മൾ അവസരം നൽകുന്നത്. ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതിയാണ് ശിശു കേന്ദ്രീകൃതം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഭൂപടത്തിൽ കടും നീല നിറം നൽകുന്ന ഭാഗമേത്? ജലാശയങ്ങൾ, പീഠഭൂമി, സമതലം, പർവ്വതങ്ങൾ. ഇതിനകത്ത് ജലാശയങ്ങൾക്കാണ് ഭൂപടത്തിൽ കടും നീല നിറം നൽകുന്നത്. അതേസമയം പച്ച നിറം നൽകുന്നത് നൈസർഗിക സസ്യജാലങ്ങൾക്കും, മഞ്ഞ നിറം നൽകുന്നത് കൃഷിയിടങ്ങൾക്കും, ചുവപ്പ് നിറം നൽകുന്നത് പാർപ്പിടങ്ങൾക്കും റോഡുകൾക്കും, അതുപോലെ കറുപ്പ് നിറം നൽകുന്നത് തീവണ്ടിപ്പാത, അക്ഷാംശരേഖകൾ, രേഖാംശരേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയ്ക്കും, തവിട്ട് നിറം നൽകുന്നത് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയ്ക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് എ ആണ്, ജലാശയങ്ങൾ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന സസ്യങ്ങളിൽ ഒറ്റപ്പെട്ടതേത്? കുടപ്പന, മാവ്, ജാതി, കുടംപുളി. ഈ തന്നിരിക്കുന്ന 4 സസ്യങ്ങളിൽ 3 സസ്യങ്ങളും ഏകലിംഗ സസ്യങ്ങളാണ്. അതായത് ആൺമരം, പെൺമരം എന്നിങ്ങനെ കാണപ്പെടുന്ന സസ്യങ്ങളാണ് 3 എണ്ണം. അതായത് കുടപ്പന ആൺമരവും പെൺമരവുമായി കാണപ്പെടുന്ന മരമാണ്. അതുപോലെ ജാതിയിലും ഇതേപോലെ ആൺമരവും പെൺമരവുമുണ്ട്. അതുപോലെ കുടംപുളിയും ഇതേപോലെ തന്നെ ആൺമരവും പെൺമരവുമായി കാണപ്പെടുന്ന മരങ്ങളാണ്. അതേസമയം മാവ് ഇത്തരത്തിൽ ആൺമരവും പെൺമരവുമായി കാണപ്പെടുന്ന സസ്യമല്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന 4 സസ്യങ്ങളിൽ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് മാവാണ്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, കപടഫലം ഏത്? കശുമാങ്ങ, ആപ്പിൾ, സബർജലി ഇവയെല്ലാം. സാധാരണഗതിയിൽ ഒരു പൂവിൻ്റെ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറിയാണ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലമായി മാറുന്നത്. അതേസമയം പൂവിൻ്റെ അണ്ഡാശയമല്ലാതെ മറ്റേതെങ്കിലും ഒരു ഭാഗം ഫലമായി മാറുകയാണെങ്കിൽ അത്തരം ഫലങ്ങളെയാണ് നമ്മൾ കപടഫലങ്ങൾ അല്ലെങ്കിൽ ഫാൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ കശുമാങ്ങ എടുത്തു കഴിഞ്ഞാൽ കശുമാവിൽ പൂവുണ്ടാവുന്ന സമയത്ത് ആ പൂവിലെ പൂഞ്ഞെട്ടാണ് കശുമാങ്ങയായി മാറുന്നത്. അപ്പം അതുകൊണ്ട് കശുമാങ്ങ ഒരു കപടഫലത്തിന് ഉദാഹരണമാണ്. അതുപോലെ ആപ്പിൾ, സബർജിലി തുടങ്ങിയവയിൽ ആ പൂവിലെ തലാമസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഫലമായി മാറുന്നത്. അതുകൊണ്ട് ആപ്പിളും സബർജിലിയും കപടഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു പൂവിലെ തലാമസ് അല്ലെങ്കിൽ പുഷ്പാസനം എന്ന് പറയുന്ന ഭാഗമാണ് ആ പൂവിനെ താങ്ങി നിർത്തുന്നത്.
ആപ്പിളിലും സബർജിയിലും ഈ പുഷ്പാസനം എന്ന് പറയുന്ന ഭാഗമാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആപ്പിളും സബർജിലിയും കപടഫലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഡി ആണ്, ഇവയെല്ലാം. നെക്സ്റ്റ് വൺ, ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവേത്? ക്ലോറോഫിൽ, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയനിൻ. ഇതിനകത്ത് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ. അതുപോലെ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് സാന്തോഫിൽ. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയനിൻ. ആന്തോസയനിൻ ചുവപ്പ് നിറം കൂടാതെ പർപ്പിൾ കളറും നൽകുന്നത് ആന്തോസയനിനാണ്. അപ്പം അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സാന്തോഫിലാണ്. ഈ വർണ്ണകണമാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത്. നെക്സ്റ്റ് വൺ, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റുന്നു? രാസോർജം, പ്രകാശോർജം, താപോർജം, യാന്ത്രികോർജം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഹരിതസസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും ആഗിരണം ചെയ്യുന്ന സൗരോർജത്തെ ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്ന രാസോർജമാക്കിയാണ് സസ്യങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജമാറ്റം എന്ന് പറയുന്നത് സൗരോർജം രാസോർജമായി മാറുന്ന പ്രക്രിയയാണ്. അതായത് ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയായാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ മാറുന്നത്. ആൻസർ എ, രാസോർജം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പൂർണ്ണ പരാതമേത്? മൂടില്ലാത്താളി, ചന്ദനം, മരവാഴ, ഇത്തിൽക്കണ്ണി. പരാതങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ വരുന്ന ജീവികൾ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. പരാതങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: പൂർണ്ണപരാതവും അതുപോലെ അർദ്ധപരാതവും. പൂർണ്ണപരാതങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആതിഥേയ ജീവി നിർമ്മിക്കുന്ന ആഹാരം വലിച്ചെടുത്താണ് ഇവ ജീവിക്കുന്നത്. കാരണം ഇവയ്ക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനൊന്നുള്ള കഴിവില്ല. ആതിഥേയ ജീവി പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആഹാരം വലിച്ചെടുത്തുകൊണ്ടാണ് ഈ പൂർണ്ണപരാതങ്ങൾ ജീവിക്കുന്നത്. അതേസമയം അർദ്ധപരാതങ്ങൾ ആതിഥേയ ജീവി നിർമ്മിക്കുന്ന ആഹാരം പൂർണ്ണമായി വലിച്ചെടുത്തല്ല ജീവിക്കുന്നത്. ആതിഥേയ ജീവിയിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ വലിച്ചെടുത്തതിന് ശേഷം ഇവ സ്വന്തമായി ആഹാരം നിർമ്മിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവയെ അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മൂടില്ലാത്താളി ഒരു പൂർണ്ണപരാതമാണ്. കാരണം ഇതിന് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനൊന്നുള്ള കഴിവില്ല. ഇത് പൂർണ്ണമായും ആതിഥേയ സസ്യം നിർമ്മിക്കുന്ന ആഹാരം വലിച്ചെടുത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ആതിഥേയ സസ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ദോഷം വരുത്തുന്ന സസ്യങ്ങളാണ്. അതേസമയം ചന്ദനം ഒരു അർദ്ധപരാതത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഇത്തിൽക്കണ്ണിയും ഒരു അർദ്ധപരാതത്തിന് ഉദാഹരണമാണ്. കാരണം ഇത്തിൽക്കണ്ണിയും ചന്ദനവും ഒക്കെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ്. ഇത്തിൽക്കണ്ണിയാണെങ്കിൽ അത് ജീവിക്കുന്ന സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിച്ചാണ് ഇത്തിൽക്കണ്ണി ജീവിക്കുന്നത്. ചന്ദനം അത് വളരുന്ന സമയത്തൊരു അർദ്ധപരാതമായി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം തൊട്ടടുത്തുള്ള സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് ജലം വലിച്ചെടുത്താണ് ചന്ദനം ആ സമയത്ത് വളരുന്നത്. അതേസമയം മരവാഴ ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. മരവാഴ ഒരു പരാതസസ്യമല്ല, എപ്പിഫൈറ്റാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവരെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. മരവാഴ അല്ലെങ്കിൽ വാൻഡ എന്ന് പറയുന്ന സസ്യം ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. കാരണം ഈ എപ്പിഫൈറ്റ് ആതിഥേയ സസ്യത്തിന് ഒരു ദോഷവും വരുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്, മൂടില്ലാത്താളി. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? പൈൻമരം, ചന്ദനമരം, കണിക്കൊന്ന, ആൽമരം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽമരം. നെക്സ്റ്റ് വൺ, ശ്വസിക്കുന്ന വേരുകളുള്ള സസ്യമാണ് കൈത, ആൽമരം, പൈനാപ്പിൾ, കണ്ടൽ ചെടികൾ. ശ്വസന വേരുകൾ അല്ലെങ്കിൽ
ന്യൂമാറ്റോഫോർസ് കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികളിൽ വെള്ളത്തിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളെയാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ് എന്ന് വിളിക്കുന്നത്. ഈ കണ്ടൽ ചെടികളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളാണ് ഈ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർസ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്, കണ്ടൽ ചെടികൾ അല്ലെങ്കിൽ മാൻഗ്രൂവ്സ്. നെക്സ്റ്റ് വൺ, ഓർക്കിഡിൻ്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അരുണാചൽ പ്രദേശ്, ബാംഗ്ലൂർ, കേരളം, തമിഴ്നാട്. ഇതിനകത്ത് അരുണാചൽ പ്രദേശാണ് ഓർക്കിഡിൻ്റെ പറുദീസ അല്ലെങ്കിൽ പാരഡൈസ് ഓഫ് ഓർക്കിഡ് എന്നറിയപ്പെടുന്നത്. ആൻസർ എ. നെക്സ്റ്റ് വൺ, കുരുവിക്കൊരു കൂട് പദ്ധതി വനം വകുപ്പ് ആരംഭിച്ചതെന്തിന്? പക്ഷിക്കൂടുകൾ നശിപ്പിക്കാതിരിക്കാൻ, പക്ഷികളെ സംരക്ഷിക്കാൻ, അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാൻ, കൂടില്ലാത്ത പക്ഷികൾക്കു വേണ്ടി. അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് എന്നറിയപ്പെടുന്നത്. ആൻസർ സി. നെക്സ്റ്റ് വൺ, 5 കിങ്ഡം വർഗീകരണം ആദ്യമായി കൊണ്ടുവന്നത്. ജോൺ റേ, കാൾ ലിനേയസ്, കാൾ വൗസ്, റോബർട്ട് എച്ച് വിറ്റാക്കർ. റോബർട്ട് എച്ച് വിറ്റാക്കറാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം വർഗീകരണ രീതി ആദ്യമായി കൊണ്ടുവന്നത്. 5 കിങ്ഡം വർഗീകരണ രീതിയിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമാലിയ എന്നിങ്ങനെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. അതേസമയം 2 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് കാൾ ലിനേയസ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് കാൾ ലിനേയസ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന സിസ്റ്റം അവതരിപ്പിച്ചതും കാൾ ലിനേയസ് ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സയൻറ്റിസ്റ്റാണ് ജോൺ റേ. 6 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് കാൾ വൗസ്. ആൻസർ ഡി ആണ്, റോബർട്ട് എച്ച് വിറ്റാക്കർ. നെക്സ്റ്റ് വൺ, പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പാലിയോളജി, കാലിയോളജി, ഓർണിത്തോളജി, ഓർത്തോളജി. പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് കാലിയോളജി എന്നറിയപ്പെടുന്നത്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിനു വേണ്ടി എന്നത് സൂചിപ്പിക്കുന്നത് പരിസരത്തിൻ്റെ ഉള്ളടക്കം, മനോഭാവം, പ്രക്രിയാശേഷികൾ, സർഗാത്മകത. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഈ 3 വാക്കുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് പരിസരത്തിന് വേണ്ടി എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. പരിസരത്തിന് വേണ്ടി എന്നുള്ളത് സൂചിപ്പിക്കുന്നത് മനോഭാവത്തെയാണ്. ആൻസർ ബി, മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ, കേരള പഞ്ചായത്തി രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും കേരള നിയമസഭ പാസാക്കിയ വർഷം. 1994 ഏപ്രിൽ 24, 1993 ഏപ്രിൽ 24, 1992 ഏപ്രിൽ 20, 1993 ഏപ്രിൽ 20. 1994 ഏപ്രിൽ 24 കേരള പഞ്ചായത്തി രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും കേരള നിയമസഭ പാസാക്കിയത്. ആൻസർ എ. നെക്സ്റ്റ് വൺ, ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ഏത്? അടിമാലി, പൈനാവ്, കൽപ്പറ്റ, കട്ടപ്പന. ഇതിനകത്ത് പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. നെക്സ്റ്റ് വൺ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്ന ജില്ല. കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം, കണ്ണൂർ. കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ CPCRI സ്ഥിതി ചെയ്യുന്നത്. അതേസമയം CTCRI അല്ലെങ്കിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്താണ്. രണ്ടും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക.
CTCRI അല്ലെങ്കിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലും CPCRI അല്ലെങ്കിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ആസൂത്രണം, നിർവഹണം, റിപ്പോർട്ട് തയ്യാറാക്കൽ, അവതരണം എന്നിവ ഏത് പഠനതന്ത്രത്തിൻ്റെ ഘട്ടങ്ങളാണ്? പരീക്ഷണം, സെമിനാർ, പ്രൊജക്റ്റ്, നിരീക്ഷണം. ഈ തന്നിരിക്കുന്ന 4 ഘട്ടങ്ങളും പ്രൊജക്റ്റ് എന്ന പഠനതന്ത്രത്തിൻ്റെ ഘട്ടങ്ങളാണ്. ആൻസർ സി. നെക്സ്റ്റ് വൺ, ജൂലൈ 21 പ്രാധാന്യം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി, മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര, ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര, ഇതൊന്നുമല്ല. ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ജൂലൈ 21 നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ഈ ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ആൻസർ എ. നെക്സ്റ്റ് വൺ, ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അന്റാർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ആൻസർ സി. നെക്സ്റ്റ് വൺ, ചതവിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷയാണ് ഡാഷ്. ചൂടേൽപ്പിക്കുക, തിരുമ്മുക, തൈലം പുരട്ടുക, ഐസ് പാക്ക് വയ്ക്കുക, ഓയിൽമെൻറ്റ് വെച്ച് മസാജ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന പ്രഥമ ശുശ്രൂഷകളിൽ ചൂടേൽപ്പിക്കുക, തിരുമ്മുക, തൈലം പുരട്ടുക, അതുപോലെ ഓയിൽമെൻറ്റ് വെച്ച് മസാജ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചതവിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷകളല്ല. അതേസമയം ചതവിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രഥമ ശുശ്രൂഷയാണ് ചതവ് പറ്റിയ ഭാഗത്ത് ഐസ് പാക്ക് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ചതവിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷയാണ് ഐസ് പാക്ക് വയ്ക്കുന്നത്. നെക്സ്റ്റ് വൺ, നവംബർ 10 പ്രാധാന്യം എന്ത്? ദേശീയ ശാസ്ത്ര ദിനം, ലോക ശാസ്ത്ര ദിനം, ലോക പരിസര ദിനം, ലോക ജൈവ വൈവിധ്യ ദിനം. ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ 10. ആൻസർ ബി. നെക്സ്റ്റ് വൺ, എന്താണ് പിസികൾച്ചർ? കൂൺ കൃഷി, മത്സ്യകൃഷി, പക്ഷിപരിപാലനം, പച്ചക്കറി കൃഷി. വിവിധ തരം കൾച്ചറുകളും നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിസികൾച്ചർ എന്ന് പറയുന്നത് മത്സ്യകൃഷിയാണ്. ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, താഴെ നൽകിയിട്ടുള്ളവയിൽ വായുവിലൂടെ പകരുന്ന രോഗമേത്? എലിപ്പനി, ടെറ്റനസ്, കോളറ, ചിക്കൻ പോക്സ്. ഈ തന്നിരിക്കുന്ന 4 ചോയ്സുകളിൽ ചിക്കൻ പോക്സ് മാത്രമാണ് വായുവിലൂടെ പകരുന്ന രോഗം. അതുകൊണ്ട് ആൻസർ ഡി ആണ്, ചിക്കൻ പോക്സ്. നെക്സ്റ്റ് വൺ, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടമാണ് എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. ഈ 5 E'സിലെ 5 ഘട്ടങ്ങളും മുൻപത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് അവർ വിനിമയം ചെയ്യുന്ന ഘട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ആണ്. എക്സ്പ്ലെയിൻ എന്ന ഘട്ടത്തിലാണ് കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അവർ വിനിമയം ചെയ്യുന്നത്. ആൻസർ സി. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ ദിനം ഒക്ടോബർ 2, ആഗസ്റ്റ് 9, ആഗസ്റ്റ് 18, സെപ്റ്റംബർ 5. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പ്രക്രിയാശേഷികളിൽ പെടാത്തതേത്? നിരീക്ഷിക്കൽ, അളക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, മനോചിത്രങ്ങൾ രൂപീകരിക്കൽ. ഇവിടെ തന്നിരിക്കുന്ന ഈ 4 ചോയ്സുകളിൽ
നിരീക്ഷിക്കൽ ഒരു പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്. അളക്കലും ഒരു പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്. പരികൽപ്പന രൂപീകരിക്കൽ അല്ലെങ്കിൽ ഹൈപ്പോത്തസൈസിങ്ങും ഒരു പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്. അതേസമയം മനോചിത്രങ്ങൾ രൂപീകരിക്കൽ എന്നത് ഒരു പ്രക്രിയാശേഷി അല്ലെങ്കിൽ പ്രോസസ് സ്കിൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഡി ആണ്, മനോചിത്രങ്ങൾ രൂപീകരിക്കൽ. നെക്സ്റ്റ് വൺ, ശലഭത്തിൻ്റെ ലാർവയ്ക്ക് എത്ര കാലുകളുണ്ട്? 11, 12, 15, 16. 16 കാലുകളാണ് ശലഭത്തിൻ്റെ ലാർവയ്ക്ക് കാണപ്പെടുന്നത്. ആൻസർ ഡി 16. നെക്സ്റ്റ് വൺ, ജന്തുക്കളുടെ വർഗീകരണത്തിൽ പൂച്ച, പട്ടി, ആന, വവ്വാൽ, തിമിംഗലം എന്നിവ ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്തുകൊണ്ട്? ഇവ കരയിൽ ജീവിക്കുന്നു, 4 കാലുകളുണ്ട്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, ചെവിക്കുട കാണുന്നു. ഈ 4 ജീവികളൊന്ന് ശ്രദ്ധിക്കുക. പൂച്ച, പട്ടി, ആന, വവ്വാൽ, തിമിംഗലം. ഈ 5 ജീവികളും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ടാണ് വർഗീകരണ തലത്തിൽ ഈ 5 ജീവികളെയും ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ എന്ന വിഭാഗത്തിലാണ് ഈ ജീവികളെല്ലാം വരുന്നത്. അതുകൊണ്ട് ആൻസർ സി ആണ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ 4 വീഡിയോകളിലായി നമ്മൾ ഏകദേശം 120 ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷൻസുമാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 30 ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടുകൂടി ഏകദേശം 150ഓളം ചോദ്യങ്ങൾ EVS നിന്നും മുൻ വർഷങ്ങളിലായി ചോദിച്ചവ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.